നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു നാടൻ റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും എല്ലാ കാലത്തും വളരെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. ഇത് പോർക്ക് വിന്താലു ആണ്. ഈ പോർക്ക് വിന്താലു തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പോർക്ക് വിന്താലു തയ്യാറാക്കാനായിട്ട് നമുക്ക് പോർക്ക് വേണം. കുറച്ച് നെയ്യും കൂടുതൽ ഇറച്ചിയുമായിട്ട് ഉള്ള 1/2 കിലോ പോർക്കാണിത്. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഗ്രാമ്പു വേണം, അതുപോലെ കറുവാപ്പട്ട വേണം, പിരിയമുളക് പൊടി, അതുപോലെ പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര, വിനാഗിരി, അതുപോലെ സവോള 2 നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് തക്കാളി 3 ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഈ നോൺ സ്റ്റിക്ക് പാൻ നമ്മൾ ചൂടാക്കി ഇട്ടതാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ ചേർക്കാം, അതുപോലെ കുറച്ച് കറുവാപ്പട്ടയും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇത് ചേർക്കാം. ഈ സവോള ഒന്ന് മൂക്കുന്ന സമയത്തേക്ക് നമുക്ക് ഒരു ബ്ലെൻഡറിൽ മുളക് പൊടി, അതുപോലെ പെരുംജീരകപ്പൊടി 1 ടീസ്പൂൺ വേണം. ഇനി മഞ്ഞൾപ്പൊടി, ഇതൊരു ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. പോർക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി. ഇനി ഇത് വിനാഗിരി തൊട്ട് അരയ്ക്കണം. ഇത് വിനാഗിരിയാണ്. ഇത് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നമ്മൾ വിനാഗിരി ചേർത്ത് നന്നായിട്ട് അരച്ചു വെച്ചു. നമുക്കിതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഈ തക്കാളിയും കൂടിയും ചേർക്കാം. അരച്ച് വെച്ചേക്കുന്ന പിരിയൻമുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും കൂടിയുള്ള ഈ കൂട്ട് ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കാം. 1/2 കിലോ പോർക്കിന് 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇവ 3 കൂടി കുറച്ച് വിനാഗിരിയിൽ നന്നായിട്ട് അരച്ച് ഈ അരപ്പിൻ്റെ കൂടെ തന്നെ വഴറ്റി നമ്മൾ ചേർക്കണം. അരപ്പ് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പോർക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഈ പ്രഷർ കുക്കറിലിടാം. നമുക്ക് ഈ പോർക്കിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. ഈ നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഈ ഉപ്പ് ചേർത്ത് വെച്ചേക്കുന്ന പോർക്കിൻ്റെ ഉള്ളിലോട്ട് ചേർക്കാം. നമ്മൾ ഈ അരപ്പ് ചേർത്തു. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് മൂടി വയ്ക്കാം. നമുക്കിത് മൂടി വെച്ച് വേകുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ ഒക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. കുറച്ച് പോർക്കല്ലേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീമൊക്കെ പോയിട്ട് നമുക്ക് തുറക്കാം. പോർക്ക് വിന്താലു 2 വിസിൽ അടുപ്പിച്ചു. എന്നിട്ട് തീ നിർത്തി. ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിരിക്കുന്നുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് തുറക്കാം. പോർക്ക് വിന്താലു വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഒന്ന് തീ കത്തിച്ചു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വിനാഗിരിയാണ്. വിനാഗിരിയിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ പോർക്ക് വിന്താലുവിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് തീ നിർത്താം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്താം. നമ്മളിന്ന് തയ്യാറാക്കിയത് പോർക്ക് വിന്താലു ആണ്. ഇത് അപ്പത്തിൻ്റെയും അതുപോലെ തന്നെ ചോറിൻ്റെയൊക്കെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ടേസ്റ്റുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോർക്ക് വിന്താലുവിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഈ പോർക്ക് വേവിച്ചത്. അതായത് അരപ്പിലും നമ്മൾ വിനാഗിരിയാണ് ചേർത്തത്, വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ചതാണ്. അപ്പോൾ ഇത് 2 ദിവസം പുറത്തിരുന്നാലും ഇത് കേടാകുമൊന്നുമില്ല. ഇതങ്ങനെ പുറത്തിരിക്കും. ഇത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആൻറ്റി എനിക്ക് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ്.